റൂം നമ്പർ 608. വിശാലമായ ഇടനാഴി. 50,000 സ്ക്വയർ ഫീറ്റുള്ള അതിസുന്ദരമായ റൂം. ഇതെന്റെ സഹമുറിയാണ്. ഞങ്ങൾ 3 പേർ വളരെ സുഖമായി കിടന്നുറങ്ങുന്ന സ്ഥലമാണ്. ഇതെന്റെ ബെഡ്. ഇതെന്റെ സ്ഥാപന ജംഗമ വസ്തുക്കൾ എല്ലാം ഇതിനകത്താണ്. താക്കോല്, പേഴ്സ് എല്ലാം ഇവിടെ തന്നെ വരും. ഇത് ഡിനിയുടെ ബെഡ്. ഇത് അവന്റെ സിജുവിന്റെ ബെഡ്. ഇത്രയും സാധനമാണ് ഈ റൂമിനകത്തുള്ളത്. കിച്ചണും ബാത്റൂമൊക്കെ കാണിക്കാൻ നീ ചുമ്മാ ഇരി. ഇത് ഞങ്ങളുടെ കബോർഡ്. വസ്ത്രങ്ങളെല്ലാം അടുക്കി സൂക്ഷിക്കാനുള്ള. ഐസക് ന്യൂട്ടൺ തലയിൽ ആപ്പിൾ വീണപ്പോൾ ഗ്രാവിറ്റേഷൻ ഫോഴ്സ് കണ്ടുപിടിക്കുക. ഞങ്ങൾ തലയിൽ ഇടി വീണപ്പോൾ ബക്കറ്റ് കൊണ്ട് ഇങ്ങനെ ഒരു ഉപയോഗം ഉണ്ടെന്ന് മനസ്സിലാക്കി. ബക്കറ്റ് എങ്ങനെ TV സ്റ്റാൻഡ് ആകുമെന്ന് മനസ്സിലായല്ലോ. ഇതെല്ലാം ഞങ്ങൾ അടിച്ചുണ്ടാക്കിയതാണ്. ഇത് കൂടുതൽ അടിച്ചു കഴിഞ്ഞാൽ ബിൽഡിംഗ് ഇടിഞ്ഞു വീഴുന്നുള്ളത് കൊണ്ട് 2 അടിച്ചുള്ളൂ. തന്നപ്പോൾ എന്താ ഈ കിടക്കുന്ന ഫാൻ, ഈ ഫാനും ഇത് കാണുന്ന ബൾബും അത് മാത്രമേ ഉണ്ടായിരുന്നു. ബാക്കിയെല്ലാം ഞങ്ങൾ വാങ്ങിച്ചിട്ട്. ഇത് വാഷ് ബേസിൻ. വാഷ് ബേസിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളം എടുത്ത് ഇങ്ങനെ ഒഴിക്കാം. അത് പോയി സമാധാനമായി. ഒരു ദിവസം കുളിക്കുള്ള വെള്ളം പോയി. പറയാൻ പറഞ്ഞേ, ഈ പൈപ്പിലൊന്നും വെള്ളം വരില്ല. ഇതിലൊന്നും വെള്ളം വരില്ല. തുറന്നു കഴിഞ്ഞാൽ ഷൂ എന്നൊരു സൗണ്ട് മാത്രം കേൾക്കും. പിന്നെ ഇതിനകത്തോട്ട് ഞാൻ കയറാറില്ല. ഇത് ബാത്റൂമാണ്. കക്കൂസ്. അതാ ടോയ്ലറ്റ്. അതുകൊണ്ട് അവിടെ ഒരു ഫ്ലഷ് ഉണ്ടായിരുന്നു. അത് 2ാമത്തെ ദിവസം തന്നെ ഇടിഞ്ഞു പൊളിഞ്ഞ് താഴെ വീണ്. അത് വെളിയിൽ കൊണ്ട് വെച്ച് ചാരി വെച്ചിട്ടുണ്ട്. രാവിലെ വെറും 20 മിനിറ്റ് മാത്രം വെള്ളം വരും. 20 എന്ന് പറഞ്ഞാൽ 20 മിനിറ്റ്. ആ 20 മിനിറ്റ് വരുമ്പോൾ ഇതിനകത്ത് പിടിച്ചു വയ്ക്കും. ഏത് നമ്മുടെ ഈ ടാങ്കിനകത്ത് പിടിച്ചു വയ്ക്കും. പിന്നെ ഇതിനകത്ത് വെള്ളം വരത്തുമില്ല. ഇതിനകത്തുനിന്ന് വെള്ളം താഴോട്ട് പോകത്തുമില്ല. അങ്ങനത്തെ സ്ഥലം. ഇതാണ് ഞങ്ങളുടെ കിച്ചൺ. ഞങ്ങളുടെ ബാക്കിയുള്ള കബോർഡ്, തുണികളൊക്കെ സൂക്ഷിക്കുന്ന സ്ഥലം. പിന്നെ ഞങ്ങളുടെ എല്ലാം എന്ന് പറയാം. ഇതൊക്കെയാണ് ഇവിടുത്തെ. അതിന് താഴത്ത് നേരത്തെ ഇളകി വീണ് ഫ്ലഷ് ടാങ്ക്. വേണ്ട, തുണി തൂക്കാൻ പോലും സ്ഥലമില്ല. ഇവിടെ തുണി അടിക്കണമെങ്കിൽ ഈ അവിടെ ആഴിച്ചു കഴിഞ്ഞാൽ ഭിത്തി ഇടിഞ്ഞു വീഴും. എങ്ങനെ കെട്ടും? ഭിത്തി ചേർത്തിട്ട് കഴിഞ്ഞുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ ഉള്ളതെല്ലാം ചെളി പറ്റും. എന്ന് പറഞ്ഞു. അപ്പുറത്തെ വീടുകളൊക്കെ കണ്ട എല്ലാവരും ഇങ്ങനെ തന്നെ ചട്ടി മാത്രം വെച്ച് ഇത്തിരി ലോകം. ഈ പുറത്ത് കംപ്ലീറ്റ് ചെയ്യുകയാണ്. ബാക്കിയാണ്. ഇതിന് മാത്രം ഒരു കുറവില്ല. ഡ്യൂട്ടി പെയ്ഡ് ഷോപ്പ് പോലെ കുറേ സാധനങ്ങളുണ്ട്. ബോർഡി മാറ്റാൻ വേണ്ടി TV ഇട്ട് ബിഗ് ബി കാണാൻ പോവാണ്. ശരി, കണ്ടുകളയാ. നമ്മെന്ന് പറഞ്ഞ ഇതാണ് കൊണ്ട് കാണിക്കേണ്ട. വീട്ടിലൊക്കെ ഓരോ വീട്ടിൻ്റെയൊക്കെ വലിപ്പം കാണിച്ചു കൊടുത്തു. ആ കാണുന്ന ഒരു വീടാണ്. നമ്മുടെ ഓഫീസ് എവിടെ കാണുന്നു. കുളിക്കുവാൻ പെടുന്ന പാടി ബക്കറ്റിൽ വെള്ളം നിറയ്ക്കാനുള്ള പരിഷ്കൃതമായ രീതി. വീഗാർഡ് പമ്പിന് പോലും ഇല്ലാത്ത ശക്തിയാണ് ഈ പോയ വ്യക്തിക്ക്. 5 ഹോഴ്സ് പവർ വരെ ഉണ്ടെന്നാണ് പുള്ളി ക്ലെയിം ചെയ്യുന്നത്. ഈ ഒരു ടാങ്കിലെ വെള്ളം കൊണ്ടുവേണം ഇന്നത്തെ ദിവസം തള്ളി നീക്കാൻ.